പെണ്ണെന്നും പൊന്നാണ് അവൾ മിന്നലഴക്, അവൾ മിന്നുമഴക്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. തൃത്താല മണ്ഡലത്തിലെ 4 പൊതുമരാമത്ത് റോഡുകൾ നവീകരിക്കുന്നു. ഇതിനു മുന്നോടിയായി VT ബൽറാം MLA യുടെ നേതൃത്വത്തിൽ റോഡുകൾ സന്ദർശിച്ച് നിലവിലെ അവസ്ഥ വിലയിരുത്തി. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ തൃത്താല നിയോജകമണ്ഡലത്തിലെ 4 പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണത്തിനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനും മറ്റുമായാണ് VT ബൽറാം MLA യുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും റോഡുകൾ സന്ദർശിച്ചത്. കൂനമുച്ചി മുക്കൂട്ട റോഡിന് 6 കോടിയും, മല പെരുമണ്ണൂർ ചാലിശ്ശേരി ഖദീജ മൻസിൽ റോഡിന് 4 കോടി രൂപയും, മാത്തൂർ ആമക്കാവ് റോഡ് നവീകരണത്തിന് 3 കോടി രൂപയും, കൂട്ടുപാത ആറങ്ങോട്ടുകര റോഡിന്റെ BC ഓവർലൈൻ ചെയ്യുന്നതിന് 7.5 കോടി രൂപയുമാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. ഈ വർഷാവസാനത്തോടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് VT ബൽറാം MLA പറഞ്ഞു. നമ്മുടെ തൃത്താല നിയോജക മണ്ഡലത്തിൽ ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അനുവദിക്കപ്പെട്ട ചില പ്രധാനപ്പെട്ട PWD റോഡ് പ്രവൃത്തികളുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഞാനും PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെക്സ്, അതുപോലെ തന്നെ PWDയുടെ AE സിന്ധു അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും, ഇവിടെ സലാമാഷ് അടക്കമുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ 4 പ്രധാനപ്പെട്ട റോഡുകളാണ് ഇത്തവണ തൃത്താല നിയോജക മണ്ഡലത്തിൽ നമുക്ക് PWD വഴി ചെയ്യാനുള്ളത്. അവിടെ സന്ദർശനം നടത്തുകയാണ്. ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ട്. ഏറ്റവും പ്രധാനമായിട്ട് കൂനമുച്ചി വള്ളങ്ങാട്ടുച്ചിറ മുക്കൂട്ട റോഡ് 6 കോടി രൂപ നമുക്ക് അതിനുവേണ്ടി ഇത്തവണ ബജറ്റിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മാത്തൂർ ആമക്കാവ് റോഡ് അത് നമുക്ക് ഇത്തവണ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മല ചാലിശ്ശേരി പെരുമണ്ണൂർ വഴിയുള്ള റോഡ്, അതോടൊപ്പം കൂട്ടുപാത ആറങ്ങോട്ടുകര റോഡിന്റെ ഒരു BC ഓവർലേ ചെയ്യുന്ന പ്രവൃത്തി. ഇത്രയും 4 പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഇത്തവണ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ 4 സ്ഥലങ്ങളിലും ഞങ്ങൾ നേരിട്ട് പോയി നിരവധി ആളുകളെ നേരിട്ട് കണ്ടു. അവരുടെ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം ഒഴുകി പോവാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കേട്ടു. എഞ്ചിനീയർമാർ അതിന് വേണ്ടുന്ന ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തവണത്തെ ഈ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരം പ്രവൃത്തികളൊക്കെ മഴക്കാലത്തിന് ഈ സമയത്ത് പൂർത്തീകരിക്കുകയും ഈ വർഷ അവസാനത്തോടുകൂടി തന്നെ വർക്ക് ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പൊതുമരാമത്ത് ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെക്സ്, തൃത്താല അസിസ്റ്റന്റ് എഞ്ചിനീയർ സിന്ധു, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന അക്ബർ, PA സലാം, പൊന്നുള്ളി രാജൻ, മുരളി മൂത്താട്ട്, യൂസഫ്, VR പ്രകാശൻ, P അബുട്ടി, ബിജു മംഗലത്ത്, MM അഷ്റഫ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു.